എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്ഥത്തിലേക്ക് നടത്തുന്ന എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, 4 തരം പ്രദക്ഷിണങ്ങളിൽ രാവിലെ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ഉദ്ദേശം. ഉത്തരം ഓപ്ഷൻ ഡി, രോഗമുക്തി. ക്ഷേത്രദർശനത്തിലെ ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്നാണ് പ്രദക്ഷിണം. രാവിലെ പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് രോഗശമനവും, ഉച്ചയ്ക്ക് ചെയ്യുന്നവർക്ക് സർവാഭീഷ്ടസിദ്ധിയും, വൈകുന്നേരം ചെയ്യുന്നവർക്ക് സർവ്വ പാപപരിഹാരവും, അർദ്ധരാത്രി ചെയ്യുന്നവർക്ക് മോക്ഷവും കൈവരുന്നു എന്ന് അംശുമതി ആഗമത്തിൽ പറയുന്നുണ്ട്. പ്രതിഷ്ഠയ്ക്ക് അനുസരിച്ച് പ്രദക്ഷിണത്തിൻ്റെ എണ്ണവും വ്യത്യാസപ്പെടാം. ഗണപതി ഒഴികെയുള്ള ദേവീദേവന്മാർക്ക് ഒറ്റ പ്രദക്ഷിണം പാടില്ല. പ്രധാന ദേവന്മാരുടെ പ്രദക്ഷിണത്തിൻ്റെ എണ്ണങ്ങൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക. അടുത്ത ചോദ്യം, ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ സംഖ്യ കണക്കാക്കുന്ന രീതി. ഉത്തരം കരമാല സമ്പ്രദായം. ഗായത്രി മന്ത്രം ഋഗ്വേദം 3-ാം മണ്ഡലത്തിൽ 6-ാം സൂത്രത്തിലെ 10ാമത്തെ മന്ത്രമാണ്. മന്ത്രങ്ങളിൽ ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ല എന്നാണ് വിശ്വാസം. ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പ്രാർത്ഥനയുടെ സാരം. സവിതാവ് സൂര്യദേവനാണ്. അതിനാൽ ഇതിനെ ഗുരുമന്ത്രം എന്നും വിളിക്കുന്നു. ഗാനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നത് എന്നാണ് ഗായത്രിയുടെ വാക്യാർത്ഥം. കരമാല സമ്പ്രദായം അനുസരിച്ചാണ് ഗായത്രി ജപിക്കുക. വലം കൈ നിവർത്തി മലർത്തിപ്പിടിച്ച് വിരലുകളുടെ അഗ്രം മടക്കിക്കൊണ്ട് മുഖം കുനിച്ച് ദേഹം ഇളക്കാതെ നിന്നുകൊണ്ട് ഗായത്രി ജപിക്കണം. വിരലുകൾ എണ്ണി ഗായത്രി ജപിക്കുന്നതാണ് കരമാല സമ്പ്രദായം. രാവിലെയും സന്ധ്യയ്ക്കുമാണ് ഗായത്രി ജപിക്കേണ്ടത്. രാത്രി ജപം പാടില്ല. അടുത്ത ചോദ്യം, ദമ്പതി പൂജ, പള്ളിയറ പൂജ എന്നീ വഴിപാടുകളുള്ള ക്ഷേത്രം. ഉത്തരം തിരുവഞ്ചിക്കുളം. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന 2000 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. സംഘകാല തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ചരിത്ര പരാമർശം തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തെ പറ്റിയാണ്. ചേര രാജാവായ ചേരമാൻ പെരുന്നാളാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കിഴക്കോട്ട് ദർശനമായ സദാശിവഭാവത്തിലുള്ള പരമശിവനാണ് പ്രധാന പ്രതിഷ്ഠ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേവതകൾ ഉള്ള ക്ഷേത്രമാണിത്. 33 ഉപദേവതമാരുണ്ട്. അതിൽ 12ഉം പരമശിവൻ്റെ വിവിധ രൂപഭേദങ്ങളാണ്. കേരളത്തിൽ നടരാജ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം തിരുവഞ്ചിക്കുളമാണ്. ശൈവ സന്യാസിമാരായ നയനാർമാർക്ക് പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രവും തിരുവഞ്ചിക്കുളമാണ്. നിത്യേന പള്ളിയറ പൂജയുള്ള കേരളത്തിലെ 2 ക്ഷേത്രങ്ങളിൽ ഒന്ന് തിരുവഞ്ചിക്കുളമാണ്, മറ്റൊന്ന് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രമാണ്. ഉത്സവത്തോടനുബന്ധിച്ച് സമുദ്രത്തിൽ ആറാട്ട് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവഞ്ചിക്കുളം. ക്ഷേത്രത്തിലെ ദമ്പതി പൂജ പ്രസിദ്ധമാണ്. വിവാഹം വൈകുന്നവർ ഇവിടെ പള്ളിയറ പൂജ നേർന്നാൽ ഉടൻ വിവാഹം നടക്കും എന്നാണ് വിശ്വാസം. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെ വിഗ്രഹം ആദ്യം പൂജിച്ചിരുന്നത് എവിടെയാണ്? ഉത്തരം പത്മനാഭപുരം കൊട്ടാരത്തിൽ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ മഹാഗണപതിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. തേങ്ങ പൊട്ടിക്കൽ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ്. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ആസ്ഥാനം ആദ്യകാല തമിഴ്നാടിൻ്റെ ഭാഗമായ പത്മനാഭപുരത്തായിരുന്നു. പത്മനാഭപുരം കോട്ടയ്ക്ക് കാവൽ നിന്നിരുന്ന റെജിമെൻറ്റിലെ ഒരു പട്ടാളക്കാരന് നദിക്കരയിൽ നിന്നും കിട്ടിയതാണ് ഗണപതി വിഗ്രഹം. പത്മനാഭപുരത്ത് വിഗ്രഹത്തിനായി ഒരു ക്ഷേത്രം പണിയുകയും പട്ടാളക്കാർ അവിടെ ഭഗവാനെ ആരാധിക്കുകയും ചെയ്തിരുന്നു. 1795 തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ അന്നത്തെ ഭരണാധികാരി മഹാരാജാവ് ആയില്യം തിരുനാൾ പഴവങ്ങാടിലെ ഇന്നത്തെ സ്ഥലത്ത് വിഗ്രഹം പ്രതിഷ്ഠിക്കുകയായിരുന്നു. അടുത്ത ചോദ്യം, പുരാണങ്ങളിൽ എത്ര തരം സാളാഗ്രാമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു? ഉത്തരം 19. സാളാഗ്രാമങ്ങൾ വൈഷ്ണവ പ്രതീകമാണ്. നേപ്പാളാണ് സാളാഗ്രാമത്തിൻ്റെ ഉറവിടം. നേപ്പാളിലെ ഗണ്ഡകി നദിക്കരയിൽ നിന്നും ഹിമാലയത്തിലെ ചില പ്രദേശങ്ങളിൽ നിന്നുമാണ് സാളാഗ്രാമങ്ങൾ ശേഖരിക്കുന്നത്. സ്ത്രീകൾ സാളാഗ്രാമം തൊടുകയോ പൂജിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല എന്ന് നിഷ്കർഷയുണ്ട്. ഭാഗവതത്തിൽ 19 തരം സാളാഗ്രാമങ്ങളെക്കുറിച്ച് പറയുന്നു. അടുത്ത ചോദ്യം, പെരുന്തച്ചൻ പണിതതായി കരുതുന്ന ആലുവയ്ക്ക് സമീപത്തെ ക്ഷേത്രം. ഉത്തരം ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് നോക്കാം. എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് ഉളിയന്നൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന ഐതിഹ്യമുള്ള 108 ശിവക്ഷേത്രങ്ങൾ 81ാമത്തെ ക്ഷേത്രമാണിത്. 2 ക്ഷേത്രങ്ങളുള്ള സമുച്ചയമാണ് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. BC 525 തദ്ദേശീയ ബ്രാഹ്മണരുടെ നിർദ്ദേശാനുസരണം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് ഐതിഹ്യമുള്ള മടത്തിലപ്പൻ ക്ഷേത്രവും മറ്റൊന്ന് പെരുന്തച്ചൻ നിർമ്മിച്ച ക്ഷേത്രമാണ്. പെരുന്തച്ചൻ തൻ്റെ മകനെ ഉളിയെറിഞ്ഞ് കൊലപ്പെടുത്തിയ സ്ഥലമായതിനാലാണ് ഉളിയന്നൂർ എന്ന പേര് വന്നത് എന്ന് ഒരു വിശ്വാസമുണ്ട്. ശ്രീ പരമശിവനാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി.
4 അംബികാലയങ്ങൾ ഉൾപ്പെട്ട കന്യാകുമാരിയിലെ ദേവീസങ്കല്പം ഏത്? ഉത്തരം ബാലാംബിക. പരശുരാമൻ കേരളത്തിലുടനീളം 108 ശിവാലയങ്ങളും അത്ര തന്നെ കാളീ പ്രതിഷ്ഠകളും നടത്തിയെന്നാണ് ഐതിഹ്യം. ഇവ കൂടാതെ ആദിപരാശക്തി പൂജയ്ക്കായി പ്രത്യേകമായി അംബികാലയങ്ങൾ എന്ന പേരിൽ 4 ക്ഷേത്രങ്ങൾ കൂടി പരശുരാമൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിലെ ബാലാംബിക ക്ഷേത്രം, കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രം, ലോകനാർക്കാവിലെ ലോകാംബിക ക്ഷേത്രം, കല്ലേക്കുളങ്ങരയിലെ ഹേമാംബിക ക്ഷേത്രം എന്നിവയാണ് പ്രസിദ്ധമായ ഈ അംബികാലയങ്ങൾ. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും തപസ്സനുഷ്ഠിച്ച മല. ഉത്തരം മരുത്താമല. മരുത്താമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ഉണ്ടായത്. അടുത്ത ചോദ്യം, ഗജേന്ദ്രമോക്ഷം കഥയിൽ ആനയായി മാറിയ രാജാവിൻ്റെ പേര്. ഉത്തരം ഇന്ദ്രദ്യുമ്നൻ. ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവാണ് ഗജേന്ദ്രമോക്ഷം കഥയിലെ നായകൻ. ഭാഗവതം അഷ്ടമസ്കന്ധത്തിലാണ് ഈ കഥ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇന്ദ്രദ്യുമ്നൻ മലയപർവ്വതത്തിൽ തപസ്സിൽ കഴിയവേ അഗസ്ത്യ മഹർഷിയാണ് തന്നെ അനാദരിച്ചു എന്ന് കരുതി ഇന്ദ്രദ്യുമ്നനെ നീ ഒരു ആനയായി ഏറെക്കാലം ജീവിക്കട്ടെ എന്ന് ശപിച്ചത്. വിഷ്ണു സ്പർശത്താൽ മോക്ഷമുണ്ടാകുമെന്ന് ശാപമോക്ഷം വിധിച്ച് അഗസ്ത്യ മഹർഷി പോയി. ആനയുടെ രൂപത്തിൽ പിറന്ന ഇന്ദ്രദ്യുമ്നൻ ആരെയും ഭയക്കാതെ ഗജേന്ദ്രനായി കാടുകുലുക്കി മതിച്ചു നടന്നു. ത്രികുടാചലത്തിലെ ഒരു നദിയിൽ വെള്ളം കുടിക്കുമ്പോൾ അവിടെ വെച്ച് ഗജേന്ദ്രൻ്റെ കാലിൽ ഒരു മുതല കടിച്ചു. ഊഹു എന്ന ഗന്ധർവനായിരുന്നു മുതലയായി ചെളി നിറഞ്ഞ താമരപ്പൊയ്കയിൽ കിടന്നിരുന്നത്. ഗജേന്ദ്രൻ എത്ര ശ്രമിച്ചിട്ടും മുതലയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായില്ല. ഗജേന്ദ്രൻ വിഷ്ണു ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി. ഒടുവിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് രക്ഷകനായി എത്തിയ ഭഗവാന് തുമ്പിക്കൈ കൊണ്ട് താമരപ്പുയർത്തു നേതിച്ച് ഗജേന്ദ്രൻ എതിരേറ്റു. ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് മുതലയെ വധിച്ച് ഗജേന്ദ്രൻ രക്ഷിച്ച് മുക്തി നൽകി. ഗജേന്ദ്രൻ ശ്രീ മഹാവിഷ്ണുവിനെ കീർത്തിച്ചതാണ് പ്രസിദ്ധമായ ഗജേന്ദ്ര സ്തുതി. ഗജേന്ദ്രമോക്ഷം എന്ന കൃതി മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിൽ രചിച്ചിട്ടുണ്ട്. ഗജേന്ദ്രമോക്ഷം എന്ന ആട്ടക്കഥ രചിച്ചത് കേരളവർമ്മ തമ്പുരാനാണ്. ഗജേന്ദ്രമോക്ഷം ഇതിവൃത്തമായി തുള്ളൽ കൃതിയും വഞ്ചിപ്പാട്ടും പ്രചാരത്തിലുണ്ട്. ഗജേന്ദ്രമോക്ഷം അടിസ്ഥാനമാക്കി വരച്ച ഏറ്റവും വലിയ ചുവർചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. അടുത്ത ചോദ്യം, സാങ്ക്യദർശനത്തിൻ്റെ പ്രയോക്താവ്. ഉത്തരം കപിലമുനി. സാങ്ക്യ എന്നത് ഭാരതീയ ദർശനങ്ങളിൽ വെച്ച് ഏറ്റവും പുരാതനമായ ദർശനവും യോഗയുടെയും ആയുർവേദത്തിൻ്റെയും അടിത്തറയും കൂടിയാണ്. സാങ്ക്യ ദർശനങ്ങൾ ആദ്യമായി പഠിപ്പിക്കുന്നത് കപിലൻ എന്ന ഋഷിവര്യനാണ്. കപിലൻ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് നൽകിയ നിർദ്ദേശങ്ങളായിരുന്നു സാങ്ക്യ എന്നാണ് പറയപ്പെടുന്നത്. ഗുപ്ത ചക്രവർത്തിമാരുടെ കാലത്ത് ജീവിച്ചിരുന്ന ഈശ്വരകൃഷ്ണയാണ് സാങ്ക്യകാരിക എന്ന പേരിൽ സാങ്ക്യ ദർശനം ക്രോഡീകരിച്ചത്. അടുത്ത ചോദ്യം, കുശസ്ഥലി ഏത് നഗരത്തിൻ്റെ പ്രാചീന നാമമാണ്? ഉത്തരം ദ്വാരക. ദ്വാരകയുടെ പഴയ പേരാണ് കുശസ്ഥലി. അടുത്ത ചോദ്യം, പുത്രലബ്ധിക്കായി ദശരഥൻ അനുഷ്ഠിച്ച യാഗം. ഉത്തരം പുത്രകാമേഷ്ടി. പുത്രകാമേഷ്ടി യാഗം നടത്തിയ ദശരഥനാണ്. കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവരാണ് ദശരഥൻ്റെ ഭാര്യമാർ. വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഋഷ്യശൃംഗ മഹർഷിയാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത്. ഇതിലൂടെയാണ് കൗസല്യയ്ക്ക് ശ്രീരാമനെന്നും കൈകേയിക്ക് ഭരതനെന്നും സുമിത്രയ്ക്ക് ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന പേരുള്ള മക്കൾ ജനിച്ചത്. ചോദ്യം, പാലാഴി മദനത്തിൽ വെള്ളത്തിൽ ഉയർന്നു വന്ന കുതിരയുടെ പേര്. ഉത്തരം ഉച്ചൈശ്രവസ്. പാലാഴി മദനത്തെ തുടർന്ന് ഉയർന്നു വന്നവയാണ് ധന്വന്തരി മൂർത്തി, വാരുണി ദേവി, ജ്യേഷ്ഠ ഭഗവതി, പാരിജാത വൃക്ഷം, കാമധേനു എന്ന പശു, ഐരാവതം എന്ന നാൽക്കൊമ്പൻ ആന, അപ്സര സ്ത്രീകൾ, ഉച്ചൈശ്രവസ് എന്ന കുതിര, കൗസ്തുഭരത്നം, സോമൻ അഥവാ ചന്ദ്രൻ, മഹാലക്ഷ്മി എന്നിവ. ഏറ്റവും ഒടുവിലാണ് പാലാഴിയിൽ നിന്ന് അമൃതകുംഭം ഉയർന്നു വന്നത്. കൗസ്തുഭരത്നം വിഷ്ണുവാണ് എടുത്തത്. സോമനെ പരമശിവൻ തൻ്റെ ജടയിൽ തിരുകി. ദേവേന്ദ്രനാണ് ഐരാവതത്തെയും ഉച്ചൈശ്രവസിനെ സ്വീകരിച്ചത്. അടുത്ത ചോദ്യം, സ്ത്രീ പുരുഷന്മാർ പ്രണയത്തിലൂടെ നടത്തുന്ന വിവാഹം. ഉത്തരം ഗാന്ധർവം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പ്രധാനമായും 8 തരം വിവാഹങ്ങളാണ് ഉള്ളത്. ബ്രാഹ്മം, അർഷം, പ്രജാപത്യം, ദൈവം, ഗാന്ധർവം, അസുരം, രാക്ഷസം, പൈശാചം എന്നിവയാണവ. തമിഴ്നാട് അവകാശവാദമുന്നയിച്ച ഇടുക്കിയിലെ കണ്ണകി ക്ഷേത്രം. ഉത്തരം മംഗളാദേവി ക്ഷേത്രം. കേരള തമിഴ്നാട് അതിർത്തിയിൽ പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ മംഗളാദേവിയിലാണ് കണ്ണകി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിലെ കേന്ദ്ര കഥാപാത്രമായ തമിഴ് സ്ത്രീയാണ് കണ്ണകിയാണ് ഇവിടുത്തെ പ്രധാന ദേവത. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്ന ചിത്ര പൗർണമി ഉത്സവ സമയത്ത് മാത്രമേ ക്ഷേത്രം തുറന്നിരിക്കുള്ളൂ. ചിത്ര പൗർണമി ഉത്സവം തമിഴ്നാടും കേരളവും സംയുക്തമായിട്ടാണ് നടത്തുന്നത്. അടുത്ത ചോദ്യം, അർജുനന് പാശുപതാസ്ത്രം നൽകുന്നതിനായി ശിവൻ ധരിച്ച രൂപം. ഉത്തരം കിരാതമൂർത്തി. ശ്രീ പരമശിവൻ്റെ കൈവശമുള്ള അമ്പാണ് പാശുപതാസ്ത്രം. ശ്രീ പരമശിവൻ്റെ കൈവശം പിനാകം എന്നൊരു വില്ലുണ്ട്. എപ്പോഴും വിഷം ചീറ്റുന്ന 7 തലയുള്ള ഒരു ഉഗ്രസർപ്പമാണ് പിനാകം. ഈ വില്ലിൽ തൊടുക്കുന്ന അമ്പാണ് പാശുപതാസ്ത്രം.
പാശുപതാസ്ത്രം ലഭിക്കുന്നതിന് തപസ്സനുഷ്ഠിച്ച അർജുനനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി മഹാദേവൻ സ്വീകരിച്ചതാണ് കിരാതമൂർത്തി. ബ്രഹ്മാസ്ത്രം ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ്. പരമശിവൻ ഈ അസ്ത്രം അഗസ്ത്യന് നൽകി. അഗസ്ത്യൻ അഗ്നിദേവനും അഗ്നിവേശൻ ദ്രോണർക്കും ദ്രോണർ ശിഷ്യൻ അർജുനനും കൈമാറി. ഭഗവാൻ ശ്രീഹരിയുടെ ആയുധ സൃഷ്ടിയാണ് നാരായണാസ്ത്രം. എതിർക്കുമ്പോൾ ഇരട്ടി ശക്തിയായി കൂടുന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഘടോത്കചനെ വധിക്കാൻ കർണൻ ഉപയോഗിച്ച ആയുധമാണ് വൈജയന്തി വേൽ. അടുത്ത ചോദ്യം, സപ്തമാതൃക്കൾക്ക് പ്രതിഷ്ഠയുള്ള മലപ്പുറം ജില്ലയിലെ ക്ഷേത്രം. ഉത്തരം തിരുമാന്താംകുന്ന് ക്ഷേത്രം. ശ്രീകൃഷ്ണൻ പൂന്താനത്തിന് ദർശനം നൽകിയ തിരുമാന്താംകുന്നിലെ ക്ഷേത്രമാണ് പൂന്താനത്തിൻ്റെ വാമപുരം. അടുത്ത ചോദ്യം, കഥാസരിത് സാഗരത്തിൻ്റെ അഥവാ ബൃഹത് കഥയുടെ കർത്താവാര്? ഉത്തരം ഗുണാഢ്യൻ. ബൃഹത് കഥയുടെ രചയിതാവ് ഗുണാഢ്യനാണ്. ഇത് പൈശാചി ഭാഷയിലാണ് ഉള്ളത്. എന്നാൽ സോമദേവൻ എന്ന ബ്രാഹ്മണ കവിയാണ് ബൃഹത് കഥയുടെ സാരസംഗ്രഹമായ കഥാസരിത് സാഗരം എന്ന പേരിൽ രചിച്ചത്. അടുത്ത ചോദ്യം, മരിച്ച ഭർത്താവിനെ കാലനിൽ നിന്ന് പുനർജനിപ്പിച്ച തപസ്വിനിയായ പുരാണ കഥാപാത്രം. ഉത്തരം സാവിത്രി. മഹാഭാരതത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് സാവിത്രി. സത്യവാൻ്റെ പത്നിയാണ്. അല്പായുസായിരുന്ന സത്യവാന് ദീർഘായുസ് നൽകാൻ യമധർമ്മനോട് വാഗ്വാദം നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തതാണ് സാവിത്രി. ദേവസ്വം ബോർഡ് എക്സാമുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.